എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ കറി റെസിപ്പി ആയിട്ടാണ്. സിമ്പിളായിട്ട് 5-10 മിനിറ്റ് കൊണ്ട് എങ്ങനെ നമുക്കൊരു സൂപ്പർ ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിമ്പിളാണെന്ന് പറഞ്ഞെങ്കിൽ ഇവൻ ആളത്ര മോശമൊന്നും അല്ല കേട്ടോ. നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു പിടിപിടിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ റെസിപ്പി. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ചിക്കൻ കറി റെഡിയാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 സവോള തൊലി കളഞ്ഞ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ 3 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് പച്ചമുളക് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 8-10 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു തക്കാളിയും കൂടെ ആഡ് ചെയ്യണം. ഞാനത് എടുക്കാൻ മറന്നുപോയി വീഡിയോ, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ അരപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ചിക്കൻ്റെ പരിപാടിയിലോട്ട് കടക്കാം. അപ്പോൾ ഇതേ നമ്മുടെ താര എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് 1 ടീസ്പൂൺ തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റായി കിട്ടും. ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 30 മിനിറ്റ് ഇത് മാറ്റി വെക്കണം. അങ്ങനെ 30 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. അപ്പം ഞാൻ 30 മിനിറ്റ് മാറ്റി ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ നല്ല രീതിയിൽ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഓരോ ചിക്കൻ്റെ പീസ് എടുത്തിട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കൻ എല്ലാം നല്ല രീതിയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത അതേ എണ്ണയിലാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള എണ്ണ മാത്രം എടുക്കാം, ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ മാറ്റി വെച്ച ആ എണ്ണയിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നവരെയാണ് നമ്മൾ ഇളക്കിയെടുക്കേണ്ടത്. അതിനുശേഷം പച്ചമണം പോയതിന് ശേഷം നമുക്ക് അതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് ഇടിച്ച മുളകും കൂടെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെയും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊടികളുടെയും അതുപോലെ തന്നെ നമ്മുടെ അരപ്പിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കൂടുതൽ ആഡ് ചെയ്യുക. അഥവാ ഗ്രേവി വേണ്ടാന്നാണെങ്കിൽ ഈ ഒരു പരുവത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം ഈ ഒരു ഗ്രേവി നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചേക്കണ ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫ്രൈ ചെയ്ത് ഇട്ട ചിക്കൻ ആ ഒരു ഗ്രേവിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവി എല്ലായിടത്തും ആവണ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. നമ്മൾ കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ വെറും ഒരു 2-3 മിനിറ്റ് മാത്രം നമ്മൾ അടച്ച് വേവിക്കുക. അപ്പോൾ ഇതുപോലെ 2 മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി റെഡി ആയി കിട്ടും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഈ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിമ്പിൾ റെസിപ്പീസും വീഡിയോസും കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.